വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഭൂതദശ അനുഭവിക്കുന്നവർ ഏതൊക്കെ വിഷയങ്ങൾ ശ്രദ്ധിക്കണം, ഭൂതദശ അനുഭവിക്കുന്നവർ ജാതകത്തിൽ ഭൂതദശ പ്രതികൂലമാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പരിഹാര വിഷയങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. മാത്രമല്ല, ബുധൻ്റെ നക്ഷത്രങ്ങൾ ആയിട്ടുള്ള ആയില്യം, കേട്ട, രേവതി ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ പൊതുവെ ചെയ്യേണ്ടതായിട്ടുള്ള ആരാധനാ സമ്പ്രദായവും അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി ഈ വിഷയമാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബുധൻ, നവഗ്രഹങ്ങളിൽ ബുധന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അനുഭവത്തിൽ വരേണ്ടതായ കാര്യങ്ങൾ, ബുദ്ധിയും വിദ്യയും ഒക്കെ തന്നെയാണ്. സാങ്കേതിക ജ്ഞാനം, ഇങ്ങനെയുള്ള കാര്യം, എഴുത്തുപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ബുധന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പൊതുവെ ജാതകത്തിൽ ബുധന് ബലമുണ്ടെങ്കിൽ സ്വക്ഷേത്ര ബലവാനാണ്, ഉച്ചബലവാനാണ്, മൗഢ്യമില്ലാതെയൊക്കെയാണ് ബുധന്റെ സ്ഥിതി എന്നുണ്ടെങ്കിൽ ആ വ്യക്തി നല്ല വിദ്യയുള്ളായിരിക്കും, നല്ല വാഗ്വൈഭവമുള്ള വ്യക്തിയായിരിക്കും. ദീർഘവീക്ഷണത്തോടു കൂടി ബുദ്ധിപരമായിട്ടും കൗശലത്തോടു കൂടിയും ജീവിതത്തെ സമീപിക്കുകയും ആ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ബുധന് ബലമുള്ള ജാതകക്കാരൻ. പൊതുവെ സൂത്രശാലിയായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ലഗ്നത്തിലൊക്കെ ബുധൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ സൂത്രശാലിയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ ഉള്ളിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. മറ്റുള്ളവരുടെ ഉള്ളിരിപ്പ് അവർ മനസ്സിലാക്കി പെരുമാറുന്നവരായിരിക്കും. പെട്ടെന്ന് അവരെ കബളിപ്പിക്കാൻ ഒക്കത്തില്ല. രണ്ടാം ഭാവത്തിലേക്ക് ബുധനുണ്ടെങ്കിൽ നല്ല വാഗ്വൈഭവമുള്ള വ്യക്തിയായിരിക്കും. അങ്ങനെ ബുധനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളൊക്കെ പറയാം. പക്ഷെ ഈ ബുധൻ നീചാവസ്ഥ വരിക, മൗഢ്യം പ്രാപിക്കുക, അനിഷ്ടരാശിയിൽ പോവുക എന്നുണ്ടെങ്കിൽ വളരെയേറെ പോരായ്മകൾ അവരുടെ ജീവിതത്തിൽ വരാം. പ്രത്യേകിച്ചും ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ പരാജയം, വിദ്യയ്ക്ക് വീഴ്ച, കുടുംബ ബന്ധത്തിൽ അമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് മാതുല കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ക്ലേശങ്ങൾ, ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ബുധദശയും അങ്ങനെ തന്നെയാണ്. ജാതകത്തിൽ അനിഷ്ടരാശിയിൽ ബുധൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ദശയും ഇവരെ സംബന്ധിച്ച് വിദ്യാഗുണ സംബന്ധം ആയിട്ടുള്ള കാര്യങ്ങൾ കുറവായി വരികയും ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങളിൽ പരാജയം ഉണ്ടാകുകയും എടുത്തിയാടി ചെയ്ത് ക്ലേശങ്ങൾ വരികയും ചെയ്യും. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയില്യം, കേട്ട, രേവതി നാളുകാർ, ഇതെല്ലാം ബുധന്റെ നക്ഷത്രക്കാരാണ്. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരും ബുധദശ പ്രതികൂലമായിട്ടുള്ളവരും ഞാൻ ഈ പറഞ്ഞ 3 നക്ഷത്രക്കാരും പൊതുവെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബുധഗ്രഹത്തെ ആരാധിക്കുക. നല്ല ബുദ്ധി ഉണ്ടാവുക, നല്ല സിദ്ധി ഉണ്ടാകുക, നല്ല വിദ്യ ഉണ്ടാവുക, അതുപോലെ നല്ല അറിവുണ്ടാവാൻ വേണ്ടിയിട്ട്, നല്ല വാഗ്വൈഭവത്തിന് വേണ്ടിയിട്ട്, വളരെ ബുദ്ധിവൈഭവത്തിന് വേണ്ടിയിട്ട് പൊതു സദസ്സിലും പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ തന്നെ വൈഭവത്തോടു കൂടി, നല്ല വാഗ്വൈഭവത്തോടു കൂടി പെരുമാറുന്നതിനും ജീവിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് അവർ ബുധഗ്രഹത്തെ ആരാധിക്കുക. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായിട്ട് ബുധനാഴ്ച ദിവസം ബുധഗ്രഹത്തെ ആരാധിക്കുക എന്നുള്ളത് അവർ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭജനം ഉത്തമമാണ്. അവതാരമൂർത്തികളായിട്ടുള്ള ശ്രീരാമനെയും അതുപോലെ വാമനമൂർത്തിയെയും നരസിംഹമൂർത്തിയെയും ആരാധിക്കുന്നതും ഗുണമാണ്. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണനെയാണെങ്കിൽ അത് വിശേഷ ഫലമാണ്. ബുധന് പറഞ്ഞിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളിൽ ഒന്നാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണനെ സ്ഥിരമായിട്ട് ആരാധിക്കുക. ബുധനാഴ്ച ദിവസങ്ങൾ തുളസി ഇല കൊണ്ടുള്ള അർച്ചന ചെയ്യുക. വിശേഷമായിട്ട് കൃഷ്ണനെ ഏറ്റവും വളരെ വിശേഷപ്പെട്ട വിദ്യാകാര്യത്തിനാണെങ്കിലും ബുദ്ധിവൈഭവത്തിനാണെങ്കിലും ഒക്കെ തന്നെ ഗുണം ചെയ്യും. അങ്ങനെ ബുധഗ്രഹത്തെ ആരാധിക്കുക, ശ്രീകൃഷ്ണനെ ആരാധിക്കുക, ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബുധഗ്രഹ പ്രീതിക്ക് വേണ്ടി ചെയ്യാവുന്ന ഉത്തമമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കൂട്ടുക. ബുധന് പറഞ്ഞ ദേവത കൃഷ്ണ എന്ന് പറഞ്ഞു. കൃഷ്ണപ്രതി എല്ലാ കാലവും നല്ലതാണ്. അവതാരമൂർത്തികളെ നരസിംഹമൂർത്തി, വാമനമൂർത്തി, പരശുരാമൻ തുടങ്ങിയ ശ്രീരാമൻ തുടങ്ങിയ അവതാരമൂർത്തികളെ ആരാധിക്കുന്നത് ബുധദശാകാലത്ത് ഏറ്റവും ഗുണം നൽകുന്നതാണ്. അതുപോലെ ബുധന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളിലും നവഗ്രഹ ക്ഷേത്രങ്ങളുള്ളതിൽ ബുധന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നത് വിശേഷമാണ്. എല്ലാ കാലവും ബുധദശ അനുഭവിക്കുന്നവർ ഗുരുവായൂർ ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ്. മഹാക്ഷേത്രങ്ങളായിട്ടുള്ള ഗുരുവായൂർ, അമ്പലപ്പുഴ തുടങ്ങിയ അമ്പലങ്ങൾ തീർച്ചയായിട്ടും ദർശനം നടത്തുക. ശ്രീകൃഷ്ണന്റെ പ്രാധാന്യമുള്ള സർവ്വക്ഷേത്രങ്ങളിലും മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ എങ്കിലും ഒരു ദിവസമെങ്കിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരു ദിവസം പൂർണ്ണമായിട്ടും ആ ക്ഷേത്ര ദർശനം നടത്തുന്ന രീതിയിൽ തീർത്ഥാടനം ചെയ്യുന്നതും വളരെയേറെ ഗുണം ചെയ്യും. ബുധഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ചെറിയൊരു കാര്യം മാത്രം, ബുധദശയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയൊരു കാര്യം മാത്രമേ ഞാനിതിൽ പ്രതിപാദിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. നമസ്കാരം.